വരാനിരിക്കുന്ന രാജസ്ഥാൻ നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. 200 അംഗ രാജസ്ഥാൻ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും കോൺഗ്രസും BJPയുമാണ് മത്സരിക്കുന്നതെങ്കിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളിയായി ഭാരതീയ ആദിവാസി പാർട്ടിയും പല ജില്ലകളിലും നിർണായകമാകും. 200 അംഗ രാജസ്ഥാൻ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല ജയ്പൂരാണ്. ജയ്പൂരിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJPയും 11 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭരത്പൂരാണ്. ഭരത്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധോൽപൂരാണ്. ധോൽപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജുൻജുനു ആണ്. ജുൻജുനുവിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പ്രതാപ്ഗഡ് ആണ്. പ്രതാപ്ഗഡിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബൂന്തി ജില്ലയാണ്. ബൂന്തി ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാന്ദ്രയാണ്. ബാന്ദ്ര ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിറ്റോർഗയാണ്. ചിറ്റോർഗയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡോങ്ക ആണ്. ഡോങ്കിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഉദയ്പൂരാണ്. ഉദയ്പൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹനുമാൻഗഡ് ആണ്. ഹനുമാൻഗഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിക്കറാണ്. സിക്കറിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിൽവാരയാണ്. ബിൽവാരയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗംഗാനഗറാണ്. ഗംഗാനഗറിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജാലവർ ആണ്. ജാലവറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജലോർ ആണ്. ജലോറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അൽവാർ ആണ്. അൽവാറിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJPയും 6 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നാഗൌർ ആണ്. നാഗൌറിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിരോഹിയാണ്. സിരോഹിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ദുംഗർപൂരാണ്. ദുംഗർപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അജ്മീർ ആണ്. അജ്മീറിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 6 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിക്കാനീർ ആണ്. ബിക്കാനീറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ
2 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദൗസയാണ്. ദൗസയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചുരു ആണ്. ചുരു ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജയ്സൽമേർ ആണ്. ജയ്സൽമേറിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബൻസ്വാരയാണ്. ബൻസ്വാരയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാർമർ ആണ്. ബാർമറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയാണ്. കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കരൗലിയാണ്. കരൗലിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പാലിയാണ്. പാലി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സവായ് മാധോപൂരാണ്. സവായ് മാധോപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജോധ്പൂരാണ്. ജോധ്പൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 6 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാജ്സമന്താണ്. രാജ്സമന്തിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. രാജസ്ഥാൻ നിയമസഭയിലെ ആകെയുള്ള 200 സീറ്റുകളിൽ BJP 77 സീറ്റുകൾ വരെയും കോൺഗ്രസ് 113 സീറ്റുകൾ വരെയും ഭാരതീയ ആദിവാസി പാർട്ടിയും മറ്റു കക്ഷികളും 10 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.